ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ വീഡിയോ വെച്ചാൽ റൂം ടൂർ ആണ്. നമുക്ക് റൂമിന്റെ വാതിലൊന്ന് തുറന്നു കാണിച്ചു തരാം. അപ്പൊ ഇതാട്ടാ, ആദ്യം തന്നെ ഇത് മിസ്കാർ റൂം ആദ്യം. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഒരു റൂം കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ ഇതെന്റെ ട്രോഫിയാണ് മേലെയിരിക്കുന്നത്. അലമാരമെന്നിരിക്കുന്നത് ഇട്ടാ അലമാര എനിക്ക് വാപ്പിച്ച് പോവാൻ മുന്നേ എനിക്ക് ഒന്ന് മേടിച്ചെന്ന അലമാരയാണ്. എന്റെ പണ്ടത്തെ അലമാര ഉണ്ടായി, എന്നാലും അത് പൊട്ടിപ്പൊളിഞ്ഞു പോയത് കാരണം എനിക്ക് വാപ്പിച്ചോറിന് പുതിയത് മേടിച്ചത്. എന്റെ ബാക്കിൽ ഇരിക്കുന്നത് എനിക്ക് പിന്നെ എന്റെ ഡ്രസ്സും കൊട്ട വെച്ചാൽ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട മേടിച്ചത്. ആദ്യം തന്നെ കളിക്കുന്നത് എന്റെ മദ്രസ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ എന്റെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകള്, പിന്നെ എന്റെ പാൻറ്റുകൾ. സ്പേസ് കിട്ടിയ കാരണം സ്പേസ് ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കൊട്ടുണ്ടായി. പിന്നെ എന്റെ ഇതാണ് ഇന്നർ വെയർസ്. പിന്നെ എനിക്ക് രണ്ട് കൊട്ട ഉണ്ടായിരുന്നായി പറഞ്ഞില്ലേ, അതിലൊരെണ്ണത്. ഇതെന്റെ രാത്രി കിടക്കാൻ ഇടുന്ന ഡ്രസ്സാണിത്. ഇനി നമുക്ക് സ്റ്റഡി ടേബിൾ ഉണ്ട്. എനിക്ക് കുറെ ഡ്രസ്സ് സ്റ്റഡി ടേബിൾ ഉണ്ട്. എനിക്ക് ആ സ്റ്റഡി ടേബിളിന് പല കളങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കാണിക്കുന്നത് എന്റെ മറ്റേ ഡ്രസ് ഇതൊക്കെ പാൻ്റല്ല, കണ്ണാടയും ഇതൊക്കെ വെക്കാൻ മറ്റേ ബ്രഷൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കൊട്ടുണ്ട്. പിന്നെ എന്റെ 6ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു കേക്കും ഉണ്ടായിരുന്ന ഒരു 6ന്റെ ഒരു ഫോട്ടോ ആയിരുന്നു. ഞാൻ എടുത്ത് അതിൽ വെച്ച്. അതെന്റെ ക്ലോക്ക്. പിന്നെ എനിക്ക് ഒരു കലണ്ടർ കിട്ടി. അത് എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതൊക്കെ പല പല ജോലി ചെയ്യുന്ന എനിക്ക് ഇതൊന്ന് ഉണ്ടാക്കി തന്നു. പിന്നെ നമുക്ക് അടുത്തത് കാണിച്ചു തരാം. അടുത്തൊരു ഫോട്ടോ ഉണ്ടാ, മറിക്കാൻ ഇത്തിരി പാടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് കാണിച്ചു തരാം. അടുത്തതെന്ന് വെച്ചാൽ മറ്റേ ഒരു അലമാര. എനിക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായി. ഒരു ഫോട്ടോ കിട്ടി എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് 4ാമത്തെ വയസ്സിൽ എനിക്ക് ഗിഫ്റ്റ് തന്ന ഫോട്ടോയാ. പിന്നെ ഇത് ഈ സ്റ്റഡി ടേബിൾ എന്റെ ചിന്നു, എനിക്കൊരു ചിഹ്നുണ്ട്, എന്റെ ഉമ്മച്ചിയുടെ കൂട്ടുകാരത്തി എനിക്ക് തന്നതിന്, ജ്യേഷ്ഠത്തി തന്നതിന്. പിന്നെ എനിക്കൊരു അലമാര കിട്ടി. അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്ന ഒരു അലമാര പറഞ്ഞില്ല, താക്കോലാണിത്. ഇനി നമുക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പൊ ഡ്രസ്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഒരു ചെറിയൊരു വലിപ്പൊക്കെ ഉണ്ട്, ഒന്ന് കാണിച്ചു തരാം. ആദ്യം മേലെ ഇരിക്കുന്ന എന്റെ ഹാങ്കറിൽ ഇരിക്കുന്നത് എന്റെ പുറത്തൊക്കെ ഇടാനുള്ള ഡ്രസ്സുകളുണ്ട്. അടിയിൽ എന്റെ ഉണ്ണിയുടെ ഡ്രസ്സുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ. പിന്നെ എനിക്കൊരു വലിപ്പുണ്ടായിരുന്നില്ല, ആ വലിപ്പാണ്. പിന്നെ എന്റെ പണ്ടത്തെ സ്കൂളിലത്തൊക്കെ ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കുണ്ട്. നമുക്കൊന്ന് നല്ല വലിപ്പ് തുറന്നു കാണിച്ചു തരാം. എന്റെ സ്കൂൾ ബാഗുകളൊക്കെ നമുക്കൊന്ന് വലിപ്പ് തുറക്കാം. ഉണ്ണിക്ക് ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചക്ക് ജ്യേഷ്ഠത്തിന്റെ, ആ ജ്യേഷ്ഠത്തി ബർത്ത്ഡേക്ക് കൊടുത്തതാണ്. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിട്ട് സ്കൂളിൽ പോവാഞ്ഞ്. ഇപ്പൊ സ്കൂളില്ല, നീ സ്കൂൾ തുറക്കും, അപ്പോൾ ഇതിട്ടൊന്ന് സ്കൂളിൽ പോവാ. അംഗനവാടി. ഇതെന്റെ ഇൻഹീലർ. എനിക്ക് വയ്യാണ്ടായോ ഒരു ദിവസം, അപ്പൊ എനിക്ക് മേടിച്ച ഇൻഹീലറാ. അപ്പൊ വേണ്ടായിപ്പോയി. ഇനി എനിക്ക് ആവശ്യം വരുമ്പോ എടുക്കും. അന്ന് വലിപ്പ് തുറന്ന് കാണിച്ചു തരാം. വലിപ്പിലധികം സാധനങ്ങളൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു തരാം. എന്റെ ബുക്ക്. ഇതെന്റെ ഉമ്മച്ചി സ്കെയില്. അത് ഉമ്മച്ചിക്ക് ആവശ്യം വരും, അങ്ങനത്തെ വെട്ടാനൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ഇതാണ് സ്കെയിലാ. ഉമ്മച്ച ഒരു ഫ്രെയിം ഉണ്ടാക്കി. ഫ്രെയിമാണ് ഞാൻ കാണിച്ചു തന്നത് ഇപ്പൊ തന്നെ. ഇതാണ് എന്റെ ഉമ്മച്ചി ഉണ്ടാക്കണ മറ്റേ ഇത്. ഞാൻ തോക്കെ ഉണ്ടാക്കും, അതിന് വേണ്ടിയിട്ടാ മറ്റേ സ്കെയില്. കണ്ടോ, നിങ്ങളെ പേരും കൂടി തന്നാ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. പേര് ഫോട്ടോ. ഇതെന്റെ മരുന്നും പെട്ടി ഉണ്ട്. നമുക്ക് അടക്കേണ്ട വീടുകൾക്ക് പോവാം.
അപ്പൊ ആദ്യം തന്നെ നമുക്ക് വലിപ്പം അടക്കാണ്ട് അതും അടക്കാൻ പറ്റൂല. കാരണം നമുക്ക് ആദ്യം വലിപ്പിന്റെ അടുത്തുള്ള ഡോറും കൂടി അടക്കാം. എന്നിട്ട് നമുക്ക് താക്കോ എടുത്ത് പൂട്ടി വെക്കാം. അല്ലെങ്കിൽ ഉണ്ണി ഇങ്ങനത്തെ കറങ്ങനെ എടുക്കും വെച്ച് ചോദിച്ചു വരും. കാരണം താക്കോലൊക്കെ ഇട്ടിട്ട് മറ്റേ ഇതിക്ക് വെച്ച് ബ്രഷും കൊട്ടൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ണിയുടെ എൻ്റെ ഫോട്ടോ. ഈ ഫോട്ടോ ആണ് ഉണ്ണിയുടെ ആദ്യത്തെ കാത് കുത്തുന്ന ഫോട്ടോ. ഇതെന്റെ ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇത് ഉണ്ണിക്ക് വേണ്ടിയാണ് ഈ ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ഉണ്ണി പുറത്തു പോയി വന്നിട്ട് ഒരു കടപ്പായത് എന്റെ റൂമിലെ ഇതെന്റെ ആ ലൈറ്റിന്റെ അടുത്തിരിക്കുന്നത് എന്റെ ഉണ്ണിയുടെ ഒരു ഫോട്ടോ. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ ബർത്ത്ഡേ ഒരു ഫോട്ടോ എടുത്തില്ലേ, ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ ബർത്ത്ഡേക്ക് വലിയൊരു ഗിഫ്റ്റ് എന്റെ കൊച്ചെനിക്ക് മേടിച്ചെന്ന്. ആദ്യം പറഞ്ഞു എന്റെ കുഞ്ഞെന്ന്, പിന്നെയാണ് പറഞ്ഞ അർഷാദച്ച് എന്റെ കൊച്ചെന്ന്. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഓർത്തില്ല ഇതിന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിന്ന്. എനിക്ക് ഈ മൈക്ക് തന്നത് എന്റെ കൊച്ചാന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ എനിക്ക് ആദ്യം താങ്ക് പറയുന്നത് എന്റെ കൊച്ചാനോടാണ്. കല്യാണൊക്കെ കഴിഞ്ഞിരിക്കുന്ന കൊച്ചന് നാട്ടിലല്ല ഗൾഫിലാണ്. അതാണ് എനിക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കൊടുത്തയച്ചാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ലൈക്ക് ബട്ടണും അമർത്ത. ബൈ ബൈ.